പ്രതിസന്ധി എന്താണ്? പിണറായിക്കെതിരായുള്ള നടപടിയാണോ അതോ വീണയ്ക്കെതിരായുള്ള നടപടിയാണോ? ഇത് പാർട്ടിയെ വേട്ടയാടുന്നതാണ്. ചോദ്യം മനസ്സിലായി. ആ കുത്തിത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചിരുന്നാൽ മതി. ചോദ്യം പാർട്ടിക്കെതിരായിട്ടുള്ള പറഞ്ഞല്ലോ, ഇത് ചെങ്കൊടിയെ പ്രതിരോധിക്കലാണ്, പാർട്ടിയെ പ്രതിരോധിക്കലാണ്. പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ഇല്ലാത്തൊരു കേസ്. എന്ത് കേസായത്? കേസിൻ്റെ മെരിറ്റ് മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാത്തതാണ്. മാത്യു കുഴൽനാടൻ സുപ്രീം കോടതിയിലേക്ക് വന്നതല്ലേ, എടുത്ത് ദൂരെ എറിഞ്ഞില്ലേ? അതെ പറയട്ടെ, വെയിറ്റ് ചെയ്യൂ. ഇതെല്ലാം ഇതിൻ്റെ മുമ്പിൽ തന്നെയാണല്ലോ നടന്നത്. അപ്പോൾ എനിക്കറിയാം ഈ ചോദ്യങ്ങളെല്ലാം എവിടെ നിന്നുണ്ടാകുന്നുവെന്നും ഈ ചോദ്യങ്ങളെല്ലാം എന്തിലേക്ക് നീങ്ങുന്നുവെന്നും. അതെല്ലാം നല്ല ഒന്നാന്തരം കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളാണ്. ED പേടിക്കുന്നില്ല, പിന്നെയല്ലേ നിങ്ങൾ 4-5 പേരുടെ കുത്തിത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതാ ഞാൻ പറഞ്ഞത്. ED പേടിക്കുന്നില്ല, പിന്നെയല്ലേ ഭരണകൂടത്തെ പേടിക്കുന്നില്ല, പിന്നെയാണ് നിങ്ങൾ മാധ്യമങ്ങളല്ല, നിങ്ങൾ 1-2 പേരുടെ കുത്തിത്തിരിപ്പ് ചോദ്യം അതവിടെ നിൽക്കട്ടെ. അതാ പറഞ്ഞത്. നിങ്ങളുടെ ആ ചോദ്യത്തെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ചോദ്യത്തെ നിങ്ങൾ ഈ നിലയിൽ ചോദിക്കുന്നത് പിണറായിയുടെയും ഈ പാർട്ടിയുടെയും ചോര കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനെ ഞാൻ ഈ നിമിഷം വിശദീകരിക്കുന്നത്, അതിനോട് പ്രതികരിക്കുന്നത് ഈ നിമിഷത്തിലെ കുത്തിത്തിരിപ്പ് ചോദ്യമെന്നാണ്. ആ കുത്തിത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചാൽ മതി എന്നാണ് അതിൻ്റെ മറുപടി. പറയട്ടെ. പിന്നെ നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പ് ചോദ്യമല്ല, അതിനും അപ്പുറത്തുള്ള നിങ്ങൾ സ്വയം അപഹാസ്യരാകരുത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ന് പുലർച്ചെ 6 മണി മുതൽ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ വീട്ടിൽ, അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായിരുന്ന സഖാവ് PM മുഹമ്മദ് റിയാസിൻ്റെ ഉമ്മയും ഉപ്പയും മാത്രമുള്ള വീട്ടിൽ ഒക്കെ റെയ്ഡ് എടുത്താണ്. ഈ റെയ്ഡിൻ്റെ മുമ്പിൽ ഞങ്ങളതിനെ പ്രതിരോധിക്കാൻ തെരുവിലിറങ്ങുന്ന ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ദയവായി കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഒരു മര്യാദ ഈ നിമിഷം മാധ്യമങ്ങൾ പുലർത്തണം. അതാണ് എല്ലാവർക്കും നല്ലത്. ഇന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, പാർട്ടി തന്നോടൊപ്പം നിന്നോ എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. കോടിയേരി ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, അത് ഞാനിപ്പോൾ ചെയ്യുന്നു, റെയ്ഡിനെ എതിർക്കുന്നു. വിമർശനം വരുന്നത് എവിടെയാണ്? ആ സമയത്ത് പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് ഇത് എന്ന് പാർട്ടി വിലയിരുത്തി എന്ന് ഇപ്പോൾ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യത്തിൽ ഈ വിഷയത്തിൽ ബിനീഷിനെ സംരക്ഷിക്കാൻ പാർട്ടി ഇറങ്ങുന്നില്ല എന്നാണ് വാർത്താ സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ, അതായത് ഇപ്പം നടക്കുന്ന റെയ്ഡിൻ്റെ വിഷയം വരുമ്പോൾ താങ്കളെപ്പോലെ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറയുന്നു ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണമാണെന്ന്. ഇതേ ബിനീഷ് കോടിയേരി പാർട്ടി മെമ്പർഷിപ്പ് കിട്ടാൻ 4 മാസമായിട്ട് നടക്കുവാണ്. ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഇരട്ട നീതിയാണോ? അല്ല, അത് നിങ്ങൾ ചോദിക്കുന്നത്, ഏഷ്യാനെറ്റിൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ കാണേണ്ടത്, ഇന്ന് പുലർച്ചെ 6 മണി മുതൽ ED തടവിൽ വെച്ചിരിക്കുന്നത് വീണ വിജയനെ അല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പിണറായി വിജയനെയാണ്. 2, ഈ നിമിഷം വരെ ED തടവിൽ വെച്ചിരിക്കുന്നത് വന്ധ്യവയോധികരായ PM മുഹമ്മദ് റിയാസിൻ്റെ ഉമ്മയെയും വാപ്പയാണ്. EDയുടെ ആ കണ്ണിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന EDയുടെ ഈ വേട്ടയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഇമാതിരി കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ചാൽ പൊന്ന് സഹോദര, അതിന് അനൗചിത്യമെന്നല്ലാതെ അതിനപ്പുറത്തൊരു വാക്ക് ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് ഇപ്പോൾ എനിക്ക് പറയാൻ തരമില്ല. അതുകൊണ്ടാണ് മാത്രമേ അതിന് പരിമിതി മനസ്സിലാക്കിയോ. പിന്നീടാണെങ്കിൽ നേരെ പറയാം നല്ല വാക്ക്. ശരി. 2 കോൺഗ്രസ് നേതാക്കളുടെ പേരും അല്ല, ഇപ്പോഴത്തെ UDF മന്ത്രിസഭയിലുണ്ടായിരുന്ന 2 പേരുടെ പേരും അന്ന് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ അന്വേഷണം നടക്കുന്നില്ല. അവർ ഈ മന്ത്രിസ്ഥാനത്ത് തുടരണമോ അതോ രാജിവെക്കണോ? അല്ല, ഇതിനകത്ത് ഇപ്പോഴും അതിനെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ പോയിന്റിലെ പ്രശ്നം ബാലഗോപാൽ മനസ്സിലാക്കേണ്ടത്, CPIMനെതിരായിട്ടുള്ള വേട്ടയാണത്. ഞങ്ങളുടെ നിലപാടതാണ്. കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒത്തുകളി ഇതിൻ്റെ പിന്നിലുണ്ട്. VD സതീശൻ്റെ ഡൽഹി സന്ദർശനം, ഇന്നലത്തെ ഡൽഹി സന്ദർശനം, ഇതുമായി ബന്ധപ്പെട്ട് സംശയത്തിൽ വായിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ പറയുന്ന പൊളിറ്റിക്കൽ പോയിന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ തെരുവിലിറങ്ങും. ഇതിനെതിരെ അതിശക്തമായ ജനകീയ പ്രതിഷേധം ജനങ്ങളെയാകെ അണിനിരത്തി, ജനങ്ങളെയാകെ വിശ്വാസത്തിലെടുത്ത്, ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ച് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. വളരെ വലിയൊരു ആരോപണമാണ് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും VD സതീശൻ മുഖ്യമന്ത്രി കണ്ടത് ഈ റെയ്ഡിന് വേണ്ടിയിട്ടാണ്. വലിയൊരു ഗുരുതര ആരോപണമാണ് താങ്കൾ ഉന്നയിച്ചിരിക്കുന്നത്. അല്ല, അതിനെക്കുറിച്ച് പറയാം, അതിൻ്റെ അദ്ദേഹം പറയട്ടെ. ഇപ്പോൾ VD സതീശൻ, ഞാൻ 3 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. കോൺഗ്രസ് ഡൽഹിയിലും കേരളത്തിലും ഉൾപ്പെടെ, അല്ലെങ്കിൽ BJP വിരുദ്ധ സംസ്ഥാനങ്ങളിൽ പാർട്ടികൾക്ക് നേരെ EDക്ക് വേണ്ടി കെണിയൊരുക്കുന്ന, അല്ലെങ്കിൽ EDയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന, അതെല്ലായ്പ്പോഴും അങ്ങനെയാണ്. ഭരണകൂടത്തിനൊപ്പം ചേർന്ന് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ഇന്ത്യയിലെമ്പാടും പ്രവർത്തിച്ചില്ല. അതുപോലെ തന്നെയാണ്. അപ്പോൾ ശക്തമായി ED എടുക്കുന്ന, ഡൽഹിയിൽ ഉൾപ്പെടെ എടുത്തൊരു രാഷ്ട്രീയ നിലപാടുണ്ട്.
ഞാൻ ചരിത്രപരമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞല്ലോ. രണ്ട്, അതോടൊപ്പം തന്നെ കേരളത്തിൽ വരുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടിരുന്നത് ഇ ഡി എവിടെ, പിണറായിയുടെ വീട്ടിൽ ഇ ഡി കയറാത്തതെന്നാണ്. അതേ കയറിയല്ലോ. അപ്പോൾ ഇത്രയും കാലം രാഹുൽ കാത്തിരുന്ന ഇ ഡിയാണ് ഇപ്പോൾ വന്ന് കയറിയത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഈ കഴിഞ്ഞ കാലങ്ങളെല്ലാം സഖാവ് പിണറായി ഡൽഹിയിൽ വരുമ്പോൾ എന്തായിരുന്നു ആരോപണം? കോൺഗ്രസ് നടത്തിയ ആരോപണം എന്തായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഈ ആരോപണത്തിന് അദ്ദേഹം മറുപടി പറയേണ്ടത്. അപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം, പരസ്യമായി രാഹുൽ ഗാന്ധി തന്നെ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം, അത് കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വി ഡി സതീശൻ ഡൽഹിയിലെത്തിയത്. വി ഡി സതീശൻ തേടി വന്നത് തൻ്റെ രാഷ്ട്രീയ യജമാനന്മാരെ വിവരങ്ങൾ അറിയിക്കാൻ. വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യജമാനന്മാരെ തേടിയാണ് വന്നത്. ഇല്ലെങ്കിൽ എന്തിനാണ് BJPയുടെ സീല് കീശയിലിട്ട് നടക്കുന്ന രത്തൻ കെൽക്കറെ സ്വന്തം സെക്രട്ടറിയാക്കിയത്? എന്തിനാണ് കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുന്ന ലവ് ജിഹാദ് നിയമം അല്ലെങ്കിൽ അതുപോലുള്ള നിയമങ്ങൾ ഈ കേരളത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനെ, ഒരാളെ, അദ്ദേഹത്തെ മാത്രം തന്നെ തൻ്റെ സെക്രട്ടറിയാക്കി വെക്കണം? ആരെ തൃപ്തിപ്പെടുത്താനാണ്? ബംഗാളിൽ BJP അധികാരം ഏറ്റെടുത്ത സ്ഥലത്ത് പോലും വന്ദേമാതരം മുഴുവനായി ചൊല്ലിയില്ല. ആ വന്ദേമാതരം മുഴുവനായി ചൊല്ലിയത് എവിടെ? വി ഡി സതീശൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇതെല്ലാം കണ്ടിട്ട് മലയാളികൾക്കൊന്നും മനസ്സിലായില്ലെന്നാണോ വി ഡി സതീശൻ കരുതുക? ഇതെല്ലാം ഞാൻ RSS ചാരനാകുന്നതിനാണ്. RSSകാരൻ RSSന്റെ ചാരനാവേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ നോക്കൂ, ഒരു കാര്യം ഞാൻ പറയുന്നു, ഇനി ഏത് ഇ ഡി വേട്ടയാടിയാലും വി ഡി സതീശൻ സവർക്കറുടെ മുമ്പിൽ കുനിഞ്ഞു നിന്നതുപോലെ, വണങ്ങി നിന്നതുപോലെ പിണറായി വിജയനും ഈ പാർട്ടി ഒരാളും സംഘപരിവാറിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കില്ല. വി ഡി സതീശൻ സവർക്കറുടെ മുമ്പിൽ തലകുനിച്ചു നിന്നതുപോലെ ഞങ്ങൾ ആരും തലകുനിച്ചു നിൽക്കില്ല. ഇനി മരിക്കേണ്ടി വന്നാലും